എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ തേടി ശ്യാംകുമാർ പോയിരുന്നു. ശ്യാം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാം, ആ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? എന്തായാലും ഇന്നലെ രാത്രിയായിരുന്നല്ലോ ഈ സംഭവം. ഫ്രട്ടേണിറ്റിയാണ് SFI യൂണിറ്റ് സെക്രട്ടറി കുത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ രണ്ട് വിദ്യാർത്ഥികളെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്, മറ്റൊരാൾ KSUവിന്റെ നേതാവാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് SFIയുടെ ജില്ലാ സെക്രട്ടറി നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ സംയുക്തമായിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കൈയുടെ വിരലിൽ ആഴത്തിലുള്ള ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഞരമ്പിന് മുറിവേറ്റതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായതോടെയാണ് ഈ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ ഏതായാലും കോളേജിൽ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ SFIയുടെ തീരുമാനം. 11 മണിക്ക് മഹാരാജാസ് കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം തന്നെ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരെയാണ് നിലവിൽ സെൻട്രൽ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ ഫ്രട്ടേണിറ്റി പ്രവർത്തകനും ഒരാൾ KSU പ്രവർത്തകനുമാണ്. അപ്പോൾ ഈ KSUവും ഫ്രട്ടേണിറ്റിയും തമ്മിൽ എങ്ങനെ ചേരും എന്ന് അറിയില്ല. എന്തായാലും അവർ തമ്മിലാണ്. അപ്പോൾ ഈ എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകന് കുത്തേറ്റ സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായി എന്ന വാർത്ത വരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഇതിനെല്ലാം എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് SFI നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന ഫ്രട്ടേണിറ്റിക്കും KSUവിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കോളേജിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നാടകോത്സവം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാക്ടീസിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം. ഈ വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനായിട്ട് കോളേജിൽ എത്തിയിട്ടുള്ള SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ യാതൊരുവിധ പ്രകോപനമില്ലാതെ 20ഓളം വരുന്ന KSUവിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ആളുകൾ ചേർന്ന് കത്തിയും അതുപോലെ വടിവാളും ഉപയോഗിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ യൂണിറ്റ് സെക്രട്ടറിക്ക് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് കത്തിക്കുത്തേറ്റു എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. മനുഷ്യ ശരീരത്തിൽ കത്തി കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കത്തിയും കടാരയും കയ്യിലെടുത്തുള്ള രാഷ്ട്രീയം ക്യാമ്പസിൽ വേണ്ട എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. നിങ്ങൾ ബുദ്ധിപരമായി തർക്കിക്കൂ, വിവേകശാലികളെ പോലെ പെരുമാറണം എന്നുകൂടിയാണ് പറയുന്നത്. ഈ വാർത്ത നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നൊരു അബിൻ ബേബി ചോദിക്കുന്നു. അബിൻ, ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്ത് തന്നെ 24 ആയിരുന്നു. താങ്കൾ ഇപ്പോഴാണ് വന്നതെന്ന് മനസ്സിലായി.